സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തി കോതമംഗലത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജിവെച്ചു. കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം പ്രസിഡന്റും UDF നെല്ലിക്കുഴി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനുമായ അലി പടിഞ്ഞാറച്ചാലിലാണ് രാജിവെച്ചത്. ശനിയാഴ്ച വൈകിട്ട് ഫേസ്ബുക്ക് ലൈവിലൂടെയായിരുന്നു അലി പടിഞ്ഞാറച്ചാലിൽ രാജിപ്രഖ്യാപനം നടത്തിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് കോതമംഗലം നിയോജകമണ്ഡലത്തിൽ വീണ്ടും സീറ്റ് നൽകിയതിലും ഇതിനെതിരെ ഫേസ്ബുക്കിൽ കുറിപ്പിട്ട കോൺഗ്രസ് നേതാക്കളുടെ മലക്കം മറിച്ചിലുമാണ് രാജിക്ക് കാരണമെന്ന് ലൈവിൽ പറയുന്നു. കോതമംഗലം സീറ്റ് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തകരെ വഞ്ചിച്ച് സീറ്റ് ജോസഫ് ഗ്രൂപ്പിന് നൽകി. 10 വർഷമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF പരാജയപ്പെട്ടത് സംബന്ധിച്ച് കോൺഗ്രസിലോ UDFിലോ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും അലി പടിഞ്ഞാറച്ചാലിൽ പറഞ്ഞു. വിജയസാധ്യതയില്ലാത്ത ഒരു വ്യക്തിക്ക് സീറ്റ് നൽകി പരാജയം ഏറ്റുവാങ്ങാൻ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ചരട് വലിച്ചതിൽ പ്രതിഷേധിക്കുന്നതായും അലി പടിഞ്ഞാറച്ചാലിൽ കൂട്ടിച്ചേർത്തു. നെല്ലിക്കുഴി പഞ്ചായത്ത് CPMന്റെ കോട്ടയായിട്ടുള്ള നെല്ലിക്കുഴി പഞ്ചായത്തിൽ വർഷങ്ങളായി നിരന്തരമായ സമര പോരാട്ടങ്ങളിലൂടെ ഈ പഞ്ചായത്ത് പിടിച്ചെടുത്തതിനു ശേഷം പഞ്ചായത്ത് ഭരണസമിതിയിൽ UDFന്റെ 16 അംഗങ്ങൾ 24 സീറ്റുള്ള പഞ്ചായത്തിൽ 16 UDFന്റെ അംഗങ്ങൾ വിജയിച്ചു വന്നതിന് ശേഷം പാർട്ടിയുമായി യോജിച്ചു പോകാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന നില വന്നപ്പോൾ പാർട്ടി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ട് അത് ഒത്തുതീർപ്പാക്കാൻ കഴിയാതെ മാത്രവുമല്ല കോതമംഗലം നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി കോൺഗ്രസിന്റെയും UDFന്റെയും കോട്ടയായിട്ടുള്ള കോതമംഗലത്ത് കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥി വേണം എന്നുള്ള ആവശ്യം കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള നേതാക്കൾ ഉൾപ്പെടെ ഈ ആവശ്യം ഉന്നയിച്ചിട്ട് അത് കൈക്കൊള്ളാതെ കേരള കോൺഗ്രസിന്റെ ഘടകകക്ഷിയായിട്ടുള്ള കേരള കോൺഗ്രസിന് ഈ സീറ്റ് കൊടുത്തുകൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലം നഷ്ടപ്പെടുത്തി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ആത്മാർത്ഥമായി അതിനകത്ത് നിന്ന് പ്രവർത്തിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു പരാജയത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ നേതൃത്വത്തിന്റെ ഈ നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആണ് ഞാൻ ഈ സ്ഥാനം രാജിവച്ചിരിക്കുന്നത്. UDF നെല്ലിക്കുഴി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഞായറാഴ്ച നടക്കാനിരിക്കെയാണ് അപ്രതീക്ഷിതമായി അലി പടിഞ്ഞാറച്ചാലിന്റെ രാജി. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.